ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഭഗവാൻ അയ്യപ്പന്റെ രക്ഷകർത്താവ് സ്ഥാനത്തുള്ള തന്ത്രി അറസ്റ്റിലായപ്പോൾ ആ പങ്ക് തെളിയിക്കുന്നതിൽ മാതൃഭൂമി ന്യൂസ് വാർത്തകളും നിർണായകമായിട്ടുണ്ട്. ആ വാർത്താ നാൾ വഴിയിൽ തുടങ്ങിയ കൊള്ള നടത്തിയവരുടെ അറസ്റ്റ് പരമ്പരയാണ് തന്ത്രി കണ്ഠരര് രാജീവരിൽ എത്തി നിൽക്കുന്നത്. ശബരിമലയിലെ വൻ സ്വർണ്ണക്കൊള്ള പുറത്തു വരാനായി ഭഗവാൻ അയ്യപ്പൻ ഒരു വഴി തുറന്നിട്ടെന്ന് വിശ്വാസികളെ ചിന്തിപ്പിച്ച സംഭവമുണ്ടായത് 2025 സെപ്റ്റംബറിലാണ്. ഹൈക്കോടതിയെ അറിയിക്കാതെ 2025 ദ്വാരപാലക ശില്പത്തിലെ പാളി സ്വർണം പൂശാനായി ദേവസ്വം ബോർഡ് ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ട നടപടിക്രമങ്ങളിലെ വീഴ്ചയാണ് ആ കാരണം. ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു കൊണ്ടുവന്ന ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിന്റെ തുടക്കവും അവിടെയാണ്. ഈ അവസരത്തിലാണ് സ്വർണ്ണക്കൊള്ളയുടെ ആഴവും പരപ്പും വ്യക്തമാക്കുന്ന സുപ്രധാനമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് മാതൃഭൂമി ന്യൂസിന് ലഭിക്കുന്നത്. തന്ത്രിയുടെ അനുവാദത്തോടെ തനി തങ്കത്തിൽ പൊതിഞ്ഞ ദ്വാരപാലക ശില്പത്തിന്റെ പാളി ചെമ്പാക്കി മാറ്റിയ 2019 ജൂലൈ 5 ദേവസ്വം ബോർഡ് ഉത്തരവായിരുന്നു ആ നിർണായക രേഖ. അത് ചെമ്പല്ല, സ്വർണമാണെന്ന് ശബരിമലയിൽ പോയിട്ടുള്ള ഏവരും കണ്ടിട്ടുള്ളതാണ്. അത് തെളിയിക്കാൻ നമ്മൾ മാതൃഭൂമി ലൈബ്രറിയിൽ 1998 പത്രങ്ങൾ ചികഞ്ഞു. ശബരിമലയിൽ 1998 വ്യവസായി വിജയ് മല്യ സ്വർണം പൊതിഞ്ഞത് എന്തൊക്കെയാണെന്ന് തെളിവുകൾ നിരത്തി. അതിൽ ദ്വാരപാലക ശില്പവും ഉണ്ടെന്ന് തെളിയിച്ചു. സ്വർണം ചെമ്പാക്കിയതാണെന്നും ഇതോടെ ബോധ്യമായി. സ്പോൺസർ വേഷത്തിലെത്തിയ തട്ടിപ്പുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസും CEO പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ ഗോവർദ്ധനും അടങ്ങുന്ന അന്തർ സംസ്ഥാന കൊള്ള നമ്മളിലൂടെ സംശയങ്ങളായും തെളിവുകളായും പുറത്തു വന്നു. ബംഗളൂരു ശ്രീരാംപുര ക്ഷേത്രത്തിലും ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ റൊദ്ദാം ജ്വല്ലറിയിലും തെളിവ് തേടി മാതൃഭൂമി ന്യൂസ് സംഘമെത്തി. മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ഉത്തരവുകളും വാർത്തകളും ചിത്രങ്ങളും ദൃശ്യങ്ങളും ദേവസ്വം വിജിലൻസിന് ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിലേക്കുള്ള വഴിയും വാതിലുമെല്ലാമായി. തന്ത്രിയുടെ അറിവോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് നേതൃത്വവും ഉദ്യോഗസ്ഥരും നടത്തിയ സ്വർണ്ണക്കൊള്ള തുറന്നുകാട്ടിയ ദേവസ്വം വിജിലൻസിന്റെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസിലൂടെ ഭക്തരുടെ മുന്നിലെത്തി. സത്യം പുറത്തു കൊണ്ടുവരാൻ ഹൈക്കോടതിയുടെ SIT അന്വേഷണത്തിനും ഉത്തരവിലൂടെ വഴിയുണ്ടായി. പിന്നാലെ ദ്വാരപാലക ശില്പത്തിന്റെ പാളിയും കട്ടിളപ്പാളിയും കവർന്ന കേസുകളുണ്ടായി. ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങിയ അറസ്റ്റ് പരമ്പരകൾ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാർ, മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു എന്നിവരിലേക്ക് നീണ്ട അറസ്റ്റ് എല്ലാം മാതൃഭൂമി ന്യൂസ് വാർത്തകൾ ശരിവെച്ചതായി. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന് രാഷ്ട്രീയമാനം നൽകിയത് ദേവസ്വം കമ്മീഷണറായിരുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസുവിന്റെ അറസ്റ്റായിരുന്നു. പിന്നാലെ CPMനെ വൻ രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കിയത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെ അഴിക്കുള്ളിലാക്കിയ അറസ്റ്റാണ്. സ്വർണ്ണക്കൊള്ളയുടെ വഴി തേടിപ്പോയ മാതൃഭൂമി ന്യൂസ് കണ്ടെത്തിയ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനും ജയിലിനുള്ളിലായി. രാഷ്ട്രീയ ചർച്ച പാരമ്യത്തിലെത്തിയത് 2019 കാലത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും 2025 ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെയും SIT ചോദ്യം ചെയ്തപ്പോഴായിരുന്നു. അതിനിടെ കൊള്ള നടന്ന 2019 ദേവസ്വം ബോർഡിന്റെ അംഗമായ വിജയകുമാറും അറസ്റ്റിലായപ്പോൾ രാഷ്ട്രീയം കലങ്ങിമറിഞ്ഞു. ഈ അവസരത്തിൽ മാതൃഭൂമി ന്യൂസ് സുപ്രധാനമായ മറ്റൊരു തെളിവ് കൂടി പുറത്തുവിട്ടു. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് തന്ത്രിയാണെന്ന് തെളിയിച്ചു. 2007 മാതൃഭൂമി ദിനപത്രത്തിൽ അച്ചടിച്ചു വന്ന ചിത്രം മൊഴിയിൽ പകൽ പോലെ വ്യക്തമായ ദൈവതുല്യൻ ആരെന്ന ചോദ്യത്തിന് ഉത്തരമായി തന്ത്രി കണ്ഠരര് രാജീവര്. തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടായതോടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വഴിതിരിയുകയാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾ ദുർബലമാക്കുന്ന വഴിത്തിരിവ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.